ചന്ദ്രസേനൻ എവിടെ? കേട്ടില്ലേ? മുതലാളി ഇന്നലെ പോയതാ. ഹലോ, ആരാണ്? മുതലാളിയാണോ? മുതലാളി അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. നീ പേടിക്കണ്ട, ആര് വന്ന് ചോദിച്ചാലും ഞാൻ എവിടെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ രാഘവനോട് വന്നു. ഇവിടെ വന്നില്ല മുതലാളി? ഇതുവരെ വന്നിട്ടില്ലേ? ആ, നീ എളുപ്പം പോയി വേഗം അവനോട് എയർപോർട്ടിൽ വരാൻ പറ. ശരി മുതലാളി. അവിടെ നിങ്ങളായിരുന്നു? അതേടാ. എവിടെടാ ചന്ദ്രസേന മുതലാളി? എന്തിനാ മുതലാളി അന്വേഷിക്കുന്നത്? ഒരു സംബന്ധം ചെയ്യിച്ചു കൊടുക്കാൻ. അന്ന് ഞങ്ങൾ പെട്ടിക്കൊണ്ടുപോയ ദിവസം ആ വീട്ടിൽ നിന്നുണ്ടായി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ മുതലാളി എന്നെ കൊല്ലും. പറഞ്ഞില്ലേ എന്തിനാ ഞങ്ങൾ കൊല്ലും? ഇനി എന്നെ അടിക്കരുതേ, ഞാൻ എല്ലാം പറയാമേ. പറയടാ. നിങ്ങൾ പെട്ടി കൊണ്ടുപോയ ഉടനെ ചന്ദ്രശേഖരൻ മുതലാളിക്ക് ഒരു ഫോൺ വന്നു. ഹലോ, ആരാണ്? നിന്റെ അനിയൻ വിജയസേനൻ. ഞാൻ മൈസൂർ ജയിലിൽ കിടന്ന് മരിച്ചു പോയെന്ന് വിചാരിച്ചല്ലേ? നീ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. നീ എന്റെ അനിയനാണെന്ന് പറയും തന്നെ എനിക്ക് അപമാനമാണ്. ഞാൻ നിന്നെ കാണാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? നിനക്കിന്നുള്ള സ്വത്തിന്റെ പകുതി എനിക്ക് ഉടനെ കിട്ടണം. നിന്റെ അവകാശത്തിലേക്ക് ദൂർത്തഴിച്ചു കിടക്കുന്ന നിനക്ക് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുമെന്ന് കരുതി ഇങ്ങോട്ട് വരണ്ട. ഞാനും നീയും ഒരച്ഛന് ജനിച്ചവരല്ലേ? നമുക്ക് നോക്കാം. വിജയസാറിന്റെ ചേട്ടൻ ഒരു അത്യാഗ്രഹിയാണല്ലോ. ആ, അവന്റെ അത്യാഗ്രഹം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഞാൻ വിജയസാറിന്റെ കൂടെയുള്ള വിവരം അയാൾ അറിയരുത്. ഞാൻ എന്റെ സ്വത്തുക്കൾ ദേശിക്ക് തരുന്നത് എന്റെ ഇഷ്ടമാണ്. ഞാൻ കബളിപ്പിച്ച് വാങ്ങിയതാണെന്ന് ചന്ദ്രസേനൻ പറയും. പറഞ്ഞോട്ടെ. ദേശില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞു വന്ന് എന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ആ, ഞാൻ വന്നിട്ട് റൂം വിട്ടാൽ മതി. ഓക്കെ? ഞാൻ നിന്റെ കൂടപ്പറപ്പാണെന്ന് പറയുന്നത് പോലും നിനക്ക് അപമാനമാണല്ലേ? അതേടാ, പണത്തിന്റെ പേരിൽ എത്രയോ നല്ല മനുഷ്യരെ കൊന്ന മൃഗമാണ്. നീ കിടക്കാത്ത ജയിലുകളുണ്ടോ ഈ നാട്ടിൽ? എന്നാൽ വീണ്ടും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ഓർമ്മ വേണം. ആ താക്കോൽക്കട. ഇതെന്റെ വീടാണ്. അതുകൊണ്ട് താക്കോല് തരില്ലേ? തരില്ലെന്നല്ലേ പറഞ്ഞത്?
വരില്ല അല്ലേ? വിജയ 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 അങ്ങനെയാണ് കൊച്ചുമുതലാളി മരിച്ചത്. അത് ശരി. ആ ശവം ഞങ്ങൾ കൊണ്ടുപോയി പെട്ടിക്കകത്ത് എങ്ങനെ വന്നു എന്ന് പറ. പറയാമേ, കൊച്ചുമുതലാളി മരിച്ചു കഴിഞ്ഞു.